വെൽക്കം ബാക്ക് ടു ഓറിയന്റേഷൻ പ്രോഗ്രാം 11.4. അപ്പോൾ ഇതുവരെ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം നമ്മൾ 8ഓളം സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 9th സെഷൻ ആയിട്ടുള്ള സിലബസ് ഡീകോഡ് ക്ലിനിക്സിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും എൻഗേജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ പേര് മുബീന, കൊമേഴ്സിലെ മെന്ററാണ്. എന്റെ കൂടെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സുഹറ മാമും അതേപോലെ തന്നെ നമ്മുടെ ലേൺ വൈസ് ടീമും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ ഒരു സെഷനിലോട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മളൊന്ന് പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഏരിയയിലോട്ടാണ് ഇനി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്നത് എന്താണ് ലേൺ വൈസ്, എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും, എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഇഗ്നോർഡ് ഒരുപാട് ഡീറ്റെയിൽസ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് വെൽബീയിങ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതേപോലെ തന്നെ സ്റ്റഡി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ അലുമിനീസ് ആയിട്ടുള്ള ലേണേഴ്സ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും അവർ പഠിച്ചുള്ള ട്രിക്സും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സെഷൻസ് കഴിഞ്ഞ് ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നും അത് എന്തൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ടും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BA ഹോണർ ഹിസ്റ്ററിയുടെ സിലബസ് ആണ്. സിലബസ് ഡീകോഡ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. BA HIH എന്നും അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ BA FHIയും ഈ രണ്ട് കോഡിലും ഇത് അറിയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത് തമ്മിൽ ഡിഫറൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന സ്ലൈഡുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് 3 ഇയർ ഡിഗ്രി ആണെങ്കിൽ 3 ഇയർ ഹിസ്റ്ററി കോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ BA HIHും, അത് 4 ഇയർ ആണെങ്കിൽ BA FHIയും, ഇങ്ങനെയാണ് ഇതിന്റെ കോഡ് വരുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെ കോഴ്സസ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനകത്ത് പഠിക്കാനായിട്ട് വരുന്നുണ്ട്, അതോടൊപ്പം ഈ ഓരോ കോഴ്സിനകത്തും ഏതൊക്കെ ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെ യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്, ഇതിനൊക്കെ ഏകദേശം എങ്ങനെയാണ് ഇതിന്റെ ക്രെഡിറ്റ്സ് വരുന്നത്, ക്രെഡിറ്റ് ഓരോ പേപ്പേഴ്സിനോ അല്ലെങ്കിൽ ഓരോ കോഴ്സിനും എത്രത്തോളം ക്രെഡിറ്റ് ആണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം BA ഹിസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ട് വരുന്നുണ്ട്, അതോടൊപ്പം ഏത് ഏതൊക്കെ കോഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോഴ്സ് ഉണ്ട് നമുക്ക്, കോമൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇലക്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഏതൊക്കെ പേപ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്, അതിൽ ഏതൊക്കെ ബ്ലോക്ക് ഇൻക്ലൂഡഡ് ആണ്, ഓരോ കോഴ്സിനകത്തും എത്രത്തോളം, ഇവിടെ കോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ പേപ്പറിനെയാണ്, ഓരോ സബ്ജക്റ്റിനെയാണ് നമ്മൾ കോഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ കോഴ്സിനകത്തും എത്രത്തോളം ബ്ലോക്കുകളാണ്, ആ ബ്ലോക്കിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് യൂണിറ്റുകൾ. അപ്പോൾ ആ ഒരു യൂണിറ്റുകൾ എത്രത്തോളം അതിനകത്ത് വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മളിവിടെ മനസ്സിലാക്കി പോകുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ഡീപ്പ് ഡൈവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യും. അതിനെ ഓരോ കാര്യങ്ങളെയും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഓരോ പേപ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടും നമുക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പ്രോഗ്രാമിന്റെ കോഡിൽ ഒരു ചേഞ്ച്. അപ്പൊ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്നുള്ള കാര്യം നമ്മളിവിടെ പറയുന്നുണ്ടാവും. നമ്മുടെ BA HIHും അതുപോലെ തന്നെ BA FHIയും എന്താണ് ഈ രണ്ട് കോഴ്സ്, 3 ഇയർ കോഴ്സും 4 ഇയർ കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാം, നമ്മുടെ BA ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഹോണർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് ഇയർ വൈസ് ആണ് നോർമലി വരുന്നത്. നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇയർ വൈസ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഓരോ കോഴ്സും ഇനി ഓരോ ഇയറിലും നമുക്ക് പഠിക്കാനുള്ള കോഴ്സ്, അപ്പോൾ നമുക്കിപ്പോ ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ ജോയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ കോഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിനകത്ത് ഏതൊക്കെ പേപ്പേഴ്സ് ഉണ്ട്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്ലോക്ക്, അത് ഏതാണ് ആ ബ്ലോക്ക് എന്ന് പറയുന്നുണ്ടാവും. ബ്ലോക്കിനെ ഡിവൈഡ് ചെയ്യുന്ന യൂണിറ്റുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് 1, 2, 3 യൂണിറ്റുകളായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ യൂണിറ്റുകൾ ഓരോന്നും എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം ഇപ്പൊ രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് ഏതാണ്, അതിനകത്ത് വരുന്ന യൂണിറ്റുകൾ ഏതാണ്, മൂന്നാമത്തെ ബ്ലോക്ക് ഏതാണ്, അതിനകത്ത് വരുന്ന യൂണിറ്റുകൾ, അങ്ങനെ ഓരോന്നും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ്, അതിനകത്ത് എന്തൊക്കെ ബ്ലോക്കുകൾ വരുന്നുണ്ട്, ഏതൊക്കെ യൂണിറ്റുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ക്രെഡിറ്റിന്റെ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനായിട്ട് നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ സുഹറ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു മാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്, ആ പേപ്പറിൽ നമുക്ക് എത്രത്തോളം യൂണിറ്റ്സ് വരുന്നുണ്ട് നോക്കാം.
നമുക്ക് ഇവിടെ നിങ്ങളിൽ 4 ഇയർ ഡിഗ്രി എടുത്തിട്ടുള്ള കുട്ടികളും ഉണ്ടാവും, 3 ഇയർ ഡിഗ്രിക്ക് എടുത്തിട്ടുള്ള കുട്ടികളും ഉണ്ടാവും അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 3 ഇയർ ഡിഗ്രി എടുത്തിട്ടുള്ള ലേണേഴ്സിന് വരുന്ന ഏതൊക്കെയാണ് കോർ കോഴ്സസ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ 3 ഇയർ ഡിഗ്രി ആവുമ്പം നമ്മൾ അതിന്റെ പ്രോഗ്രാം കോഡ് വരുന്നത് BAHIH എന്നുള്ളതാണ്. അതായത് BA ഹോണേഴ്സ് ഇൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. ഇങ്ങനെ 3 ഇയർ ഡിഗ്രിയിലെ ലേണേഴ്സിനുള്ള 4 കോർ പേപ്പേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1 എന്നുള്ളതാണ്. സെക്കൻഡ് പേപ്പർ BHIC 102 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഇൻ ഏഷ്യൻ വേൾഡ്. ദെൻ തേർഡ് പേപ്പർ BHIC 103 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2. ഫോർത്ത് വൺ BHIC 104 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഇൻ മെഡീവൽ വേൾഡ്. ഇങ്ങനെ 4 പേപ്പേഴ്സ് ആണ് ഈ 3 ഇയർ ഡിഗ്രി വരുന്ന ലേണേഴ്സിനുള്ളത്. നമ്മുടെ കോർ പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട നമ്മളുടെ ഹിസ്റ്ററിയുടെ പേപ്പറിനെയാണ് കോർ പേപ്പർ എന്ന് പറയുന്നത്. ഇനി 4 ഇയർ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്? ഇപ്പൊ 4 ഇയർ ഡിഗ്രിയിലെ സ്റ്റുഡൻസിന് അവരുടെ പ്രോഗ്രാം കോഡ് വരുന്നത് BAFHI എന്നുള്ളതാണ്. ഇതിൽ അവർക്ക് 2 കോർ പേപ്പേഴ്സ് ആണ് വരുന്നത്. BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1ഉം സെക്കൻഡ് വൺ BHIC 102 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഇൻ ഏഷ്യൻ വേൾഡ്. അപ്പൊ ഇതാണ് നമ്മളുടെ 2 കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനു പുറമെ വൊക്കേഷണൽ ആൻഡ് സ്കിൽ കോഴ്സസും 4 ഇയർ ഡിഗ്രിയിലെ ലേണേഴ്സിന് ഉണ്ടാവും. ഇനി നമുക്ക് 3 ഇയർ ഡിഗ്രിയിലെ സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഉള്ളത് നോക്കാം. അപ്പൊ ടോട്ടൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 8 പേപ്പർ ആണ് പഠിക്കാനുള്ളത്. അതിൽ 4 പേപ്പറിന് നമ്മൾ കോർ കോഴ്സസ് എന്നാണ് പറയാറ്. നമ്മുടെ ഹിസ്റ്ററിയുടെ കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പേപ്പേഴ്സ് ആണ് 4 പേപ്പേഴ്സ്. ഇതിന് പുറമെ 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്, കമ്പൽസറി കോഴ്സ് ആണ്, 2 പേപ്പർ ആണ്. അതിനുശേഷം നമുക്കൊരു 2 ജനറിക് ഇലക്റ്റീവ് പേപ്പേഴ്സും ആണ് ചൂസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏതാണ് ആ 4 കോർ പേപ്പേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1. ഇത് തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. ഫുള്ളി അവൈലബിൾ മീൻസ് അതിന്റെ വീഡിയോ ക്ലാസ്സസും ഹെൽപ്പ് ബുക്കും എക്സാം സ്പെഷ്യൽ ഗൈഡും ഒക്കെ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത്. BHIC 101ന്റെ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. അപ്പം ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 ക്രെഡിറ്റ് മീൻസ് ഒരു 30 ഹവേഴ്സ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പേപ്പറിന് നമുക്ക് ടോട്ടൽ 6 ക്രെഡിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പേപ്പർ പഠിച്ചെടുക്കാൻ ഒരു 180 അവറിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് പഠിച്ചെടുക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന നമ്മളുടെ കോർ പേപ്പർ ആണ് BHIC 102 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ ഏഷ്യൻ വേൾഡ്. ഇതും തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്. ക്രെഡിറ്റ് വരുന്നത് 6 തന്നെയാണ്. അതായത് 180 അവർ ആണ് നമുക്ക് ഈ ഒരു പേപ്പർ പഠിക്കാൻ എടുക്കേണ്ട ഒരു ടൈം. ദെൻ BHIC 103 ആണ് അടുത്തൊരു കോർ പേപ്പർ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2 തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്, 6 തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത്. Then fourth one BHIC 104 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ മെഡീവൽ വേൾഡ്. ഇതും തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്, 6 തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത്. ഇനി അടുത്ത 2 പേപ്പർ നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്, അഥവാ കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട അടുത്ത 2 പേപ്പേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. ഇത് തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്, 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. അതായത് നമ്മൾ 120 ഹവേഴ്സ് ആയിരിക്കണം ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ നമുക്ക് ടൈം തന്നിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ വരുന്നത് BEGAE 182 ആണ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇതും ഒരു തിയറി പേപ്പർ തന്നെയാണ്, ഫുള്ളി അവൈലബിൾ ആണ്, 4 തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറിക് ഇലക്റ്റീവ് പേപ്പേഴ്സിനെയാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് 2 ജനറിക് ഇലക്റ്റീവ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് അധികം ജനറിക് ഇലക്റ്റീവ് പേപ്പേഴ്സ് പറയും, അതിൽ ഏതെങ്കിലും 2 എണ്ണം ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്, തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ വീഡിയോസും ഹെൽപ്പ് ബുക്കും എക്സാം സ്പെഷ്യൽ ഗൈഡും ഒക്കെ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരു ജനറിക് ഇലക്റ്റീവ് പേപ്പർ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിന്റെ ക്രെഡിറ്റ് വരുന്നത് 6 തന്നെയാണ്. രണ്ടാമത്തെ ജനറിക് ഇലക്റ്റീവ് ആണ് BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, തിയറി പേപ്പർ തന്നെയാണ്, ഫുള്ളി അവൈലബിൾ ആണ്, 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. അടുത്തൊരു ജനറിക് ഇലക്റ്റീവ് ആണ് BEGG 171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്,
തിയറി പേപ്പർ ആണ്. ഇത് മെറ്റീരിയൽസ് ഓൺലി കോഴ്സ് ആണ്. അതായത് നമ്മൾക്ക് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ അല്ലാത്ത, നോട്ട്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളത്. ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. അടുത്തൊരു പേപ്പർ ആണ് BPYG 171 അപ്ലൈഡ് എത്തിക്സ് എന്നുള്ളത്. തിയറി പേപ്പർ തന്നെയാണ്, മെറ്റീരിയൽസ് ഓൺലി കോഴ്സ് ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു പേപ്പർ ആണ് BGDG 172 ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. 6 തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത്. Then next one BPAG 172 governance issues and challenges. തിയറി പേപ്പർ ആണ്, മെറ്റീരിയൽസ് ഓൺലി കോഴ്സ് ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. Then BEGG 172 ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. തിയറി പേപ്പർ ആണ്, മെറ്റീരിയൽസ് ഓൺലി കോഴ്സ് ആണ്. 6 തന്നെയാണ് ക്രെഡിറ്റ്. മറ്റൊരു ജനറിക് ഇലക്ടീവ് പേപ്പർ ആണ് BPYG 172 ഫിലോസഫി ഓഫ് റിലീജിയൻ. മെറ്റീരിയൽസ് ഓൺലി കോഴ്സ് ആണ്. നെക്സ്റ്റ് വൺ BABG 171 അണ്ടർസ്റ്റാൻഡിംഗ് BR അംബേദ്കർ. ഇതൊരു തിയറി പേപ്പർ തന്നെയാണ്, മെറ്റീരിയൽസ് ഓൺലി കോഴ്സ് ആണ്. Then ONR 003 വാട്ടർ ഹാർവെസ്റ്റിംഗ് കൺസർവേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ. മെറ്റീരിയൽ ഓൺലി കോഴ്സ് ആണ്. Then BPCG 171 ജനറൽ സൈക്കോളജി. മെറ്റീരിയൽ ഓൺലി കോഴ്സ് ആണ്. PPCG 172 യൂത്ത് ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി. ഇതും ഒരു മെറ്റീരിയൽ ഓൺലി കോഴ്സ് ആണ്. ഇത്രയാണ് നമുക്ക് BA ഹിസ്റ്ററി തേർഡ് ഇയർ ഡിഗ്രിക്കാർക്ക് പഠിക്കാനുള്ള പേപ്പർ. അപ്പൊ ടോട്ടൽ നമുക്ക് അതിൽ 8 പേപ്പേഴ്സ് ആണ് വരുന്നത്. 4 കോർ പേപ്പർ, 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, 2 ജനറിക് ഇലക്ടീവ്. ഇനി അടുത്തതായിട്ട് നമുക്ക് 4 ഇയർ ഡിഗ്രിയിലുള്ള സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയറിൽ വരുന്ന പേപ്പേഴ്സ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു 2 കോർ കോഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1 ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്. BHIC 102 സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ ഏൻഷ്യൻ വേൾഡും ഫുള്ളി അവൈലബിൾ ആണ്. 6 തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത്. ഇതിന് പുറമെ നമുക്ക് BEBAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസും അതുപോലെ തന്നെ BEDSB 101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 2 കമ്പൽസറി കോഴ്സസ് 4 ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന് വരുന്നുണ്ട്. ഈ 2 കോഴ്സും ഫുള്ളി അവൈലബിൾ ആണ്, തിയറി പേപ്പർ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻവയോൺമെന്റൽ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് 4 ആണ് വരുന്നത്. വാല്യൂ എഡ്യൂക്കേഷന്റെ ക്രെഡിറ്റ് 6 ആണ്. അടുത്തൊരു വൊക്കേഷണൽ കോഴ്സ് ആണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളത്. ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. 4 ആണ് നമുക്ക് ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത്. നെക്സ്റ്റ് പേപ്പർ BCOS 185 ഓൺട്രപ്രണർഷിപ്പ്, ഒരു വൊക്കേഷണൽ കോഴ്സ് ആണ്. നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. അടുത്തൊരു പേപ്പർ BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. നെക്സ്റ്റ് പേപ്പർ വരുന്നത് BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിലാണ് വരുന്നത്. ഫുള്ളി അവൈലബിൾ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. 4 ആണ് ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത്. BPAS 184 ലോജിസ്റ്റിക് മാനേജ്മെന്റ് വൊക്കേഷണൽ കോഴ്സ് ആണ്. ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്. 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. തിയറി പേപ്പർ തന്നെയാണ്, ഫുള്ളി അവൈലബിൾ ആണ്. 4 ആണ് ഇതിന്റെയും ക്രെഡിറ്റ് വരുന്നത്. പിന്നെ നമ്മൾ കുറച്ചധികം പേപ്പേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് 4 ഇയർ ഡിഗ്രിയിലേക്ക് വരുമ്പോഴും 8 പേപ്പർ തന്നെയാണ് പഠിക്കാനുള്ളത്. പക്ഷെ നമുക്ക് അതിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ബാക്കിയുള്ള പേപ്പേഴ്സ് കൂടി ഡിസ്കസ് ചെയ്യാം. BECS 184 ഡാറ്റ അനാലിസിസ്, ഇതൊരു വൊക്കേഷണൽ കോഴ്സ് ആണ്. ഇതും നമ്മുടെ ലേൺവൈസ് ആപ്പിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. 4 ആണ് ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത്. അടുത്തൊരു പേപ്പർ BEGG 171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളതാണ്. ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. മെറ്റീരിയൽ ഓൺലി കോഴ്സ് ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. അടുത്തൊരു പേപ്പർ BHIE 143 ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. BPCG 171 ജനറൽ സൈക്കോളജി ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. തിയറി പേപ്പർ ആണ്. മെറ്റീരിയൽ ഓൺലി കോഴ്സ് ആണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ മെറ്റീരിയൽ ഓൺലി കോഴ്സസ് ആണ്. അതായത് നമുക്ക് വീഡിയോ ക്ലാസ് അവൈലബിൾ അല്ലാത്ത നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ അപ്ലൈഡ് എത്തിക്സ്, അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ, an introduction to machine translation,
ലൈഫ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ വരുന്ന ലൈഫ് സ്കിൽസ്. ദെൻ BPCS 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ്. ദെൻ BCHS 183 ലബോറട്ടറി മാനേജ്മെന്റ് സ്കില്ല്. ദെൻ BANS 183 ടൂറിസം ആന്ത്രപ്പോളജി. Then BMDG 171 Disability Society and Culture. Then BHIS 183 Traditions and Perceptions of Craft in Bharat. ഇത്രയാണ് നമുക്ക് 4 ഇയർ ഡിഗ്രിയിൽ വരുന്ന പേപ്പേഴ്സ്. ഇനി നമുക്ക് ഓരോ കോർ പേപ്പേഴ്സും ഏതൊക്കെയാണ്, അതിൽ എത്രത്തോളം യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അതിന് എത്ര ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. ഈ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ BAHIH അഥവാ നമ്മുടെ 3 ഇയർ ഡിഗ്രിയിലെ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ 4 ഇയർ ഡിഗ്രിയിലെ സ്റ്റുഡൻസിനും ഒരുപോലെ വരുന്ന കമ്പൽസറി ആയിട്ടുള്ള ഒരു പേപ്പറാണ് BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. ഈ ഒരു പേപ്പറിനെ നമ്മൾ ടോട്ടൽ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 4 ബ്ലോക്സിലും കൂടെ ആയിട്ട് ടോട്ടൽ 19 യൂണിറ്റ്സ് ആണ് 101 എന്നുള്ള ഈ ഒരു പേപ്പറിൽ നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ് ആ ബ്ലോക്സ്, ഓരോ ബ്ലോക്കിലും എത്രത്തോളം യൂണിറ്റ്സ് ആണ് വരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ബ്ലോക്ക് റീകൺസ്ട്രക്ടിങ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1 എന്നുള്ള പേപ്പറിൽ നമ്മൾ ഏൻഷ്യൻ പീരിയഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്, നമ്മളുടെ ഒരു പുരാതന കാല ഇന്ത്യ. അപ്പം ഫസ്റ്റത്തെ ബ്ലോക്കിൽ തന്നെ നമ്മൾ ആദ്യം ഫസ്റ്റത്തെ യൂണിറ്റിൽ നമ്മളുടെ ഇന്ത്യയുടെ ഒരു ജോഗ്രഫിക്കൽ റീജിയൻസ് ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഈ ഒരു ഏൻഷ്യൻ പീരിയഡിനെ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന സോഴ്സസിനെയും കുറിച്ചിട്ടാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ടാവാം, ലിറ്റററി സോഴ്സസ് ഉണ്ടാവാം, ഫോറിൻ അക്കൗണ്ട്സും ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ സോഴ്സസിനെയും ജിയോഗ്രഫിക്കൽ റീജിയൻസിനെയും കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ യൂണിറ്റിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. അപ്പം ഈ ഒരു യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പ്രീ ഹിസ്റ്ററി മീൻസ് നമുക്ക് ഒരു റിട്ടൺ സോഴ്സസ് ഒന്നും അവൈലബിൾ അല്ലാത്ത പീരീഡ് ആണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ ആളുകളെ അവര് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സയൻസും സിമ്പിൾസും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സിംബോളിക് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരു സിംബോളിക് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള റോക്ക് ആർട്ടിനെ കുറിച്ചിട്ടും പ്രീ ഹിസ്റ്റോറിക് പീപ്പിൾസിനെ, ഒരു പാലിയോളിത്തിക് പീപ്പിൾസിനെ കുറിച്ചിട്ടും അവരുടെ ലൈഫ് സ്കിൽസിന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ അഡ്വെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഹാരപ്പൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരിയഡിലെ ആളുകൾ എന്ന് പറയുന്നത് അവരെന്താണ്, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. സോ അതിൽ നിന്നും മാറിയിട്ട് അഗ്രികൾച്ചറിലേക്കും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ദ നിയോളിത്തിക് ഫേസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എത്തിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കും. ദെൻ അടുത്തതായിട്ട് വരുന്ന 3 യൂണിറ്റിൽ അഥവാ യൂണിറ്റ് 4, 5, 6 ആൻഡ് 7 നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഫസ്റ്റത്തെ 5th യൂണിറ്റിലെ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു എമർജൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഏർലി ഹാരപ്പൻ ഫേസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. ദെൻ 6th യൂണിറ്റിലെ ഹാരപ്പൻ സിവിലൈസേഷൻ 2 ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, പ്രധാനപ്പെട്ട സൈറ്റുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും. ദെൻ ഹാരപ്പൻ സിവിലൈസേഷൻ 3 ഹാരപ്പൻ സിവിലൈസേഷന്റെ ഡീക്ലൈൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും നമ്മൾ പഠിക്കും. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ വേദിക് പീരീഡ് ആൻഡ് കൾച്ചേഴ്സ് ഇൻ ട്രാൻസിഷൻ എന്നുള്ളതാണ്. ഇവിടെ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഡീക്ലൈനോട് കൂടിയിട്ട് പിന്നീട് ഇന്ത്യയിൽ ഒരു റൂറൽ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, നമ്മളുടെ വേദ കാലഘട്ടത്തെ കുറിച്ചിട്ടും നമ്മളുടെ മഹാജനപദാസ് ആ ഒരു പീരീഡിനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് 3 നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് 3 നമുക്ക് വരുന്ന ഈ ഒരു 8th and 9th യൂണിറ്റിൽ നമ്മൾ വേദ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നു. 8ാമത്തെ യൂണിറ്റിലെ ഏർലി വേദിക് പീരീഡിനെ കുറിച്ചിട്ട് അഥവാ ഋഗ്വേദിക് പീരീഡിനെ കുറിച്ചിട്ടും 9th യൂണിറ്റിൽ ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ അയേൺ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അയേണിന്റെ ഒരു കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് അത് ഹ്യൂമൻസിന്റെ ഹാബിറ്റാറ്റിലും അവരുടെ ഒരു എന്തൊക്കെ മാറ്റങ്ങളാണ് അവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു അയേണിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അതിനുശേഷം ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മുടെ നാസ്തിക ഫിലോസഫി, 6 സിസ്റ്റംസ് ഓഫ് ഫിലോസഫിയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും. ദെൻ ജൈനിസം, ബുദ്ധിസം, അജൈവികാസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3 പഠിക്കും. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ ഇന്ത്യ 6th century BC to 200 BC, 6th century മുതൽ 200 BC വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്.
ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 3 വേദകാലഘട്ടത്തെ കുറിച്ച് പഠിച്ചു. അപ്പൊ വേദകാലഘട്ടത്തിൽ നിന്നും നമ്മൾ മാറിയിട്ട് ജനപദാസിലേക്ക് വരുന്നു. ജനപദാസ് കൂടി ചേർന്നിട്ട് മഹാജനപദാസ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ടോട്ടൽ ഒരു 16 മഹാജനപദാസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ 16 മഹാജനപദാസിനെ പറ്റിയിട്ടും അതിനുശേഷം നമ്മളുടെ ഇന്ത്യയിലേക്കുള്ള അലക്സാണ്ടറിന്റെ ഇൻവേഷനെ കുറിച്ചിട്ടും ഈ 16 മഹാജനപദാസ് തന്നെ പരസ്പരം സുപ്രീമസിക്ക് വേണ്ടിയിട്ട് നിരന്തരം കോൺഫ്ലിക്റ്റുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതില് മഗധയാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് മാറുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മഗധയെ ഈ ഒരു റൈസിലേക്ക് എത്തിച്ചിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ മൗര്യൻ എംപയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ മൗര്യൻ എംപയറിൽ എങ്ങനെയാണ് അവര് അധികാരത്തിൽ വരുന്നത്, മൗര്യൻസിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണ്, അശോകന്റെ ദമ്മ പോളിസിയെ കുറിച്ചിട്ടും മൗര്യൻസിന്റെ ആർട്ട്, ആർക്കിടെക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 4 പഠിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഏൻഷ്യൻ പീരിയഡിലെ നമ്മളുടെ എൻവയോൺമെന്റ്, സയൻസ്, ടെക്നോളജിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും ഏൻഷ്യൻ ഇന്ത്യയിലെ ജെൻഡർ പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ 2 ലാസ്റ്റ് യൂണിറ്റുകളിലായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതാണ് BHIC 101 നമുക്ക് ടോട്ടലി പഠിക്കാനുള്ള കാര്യങ്ങൾ. അടുത്തത് നമുക്ക് BHIC 102 നോക്കാം. സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ ഏൻഷ്യൻ വേൾഡ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ പേപ്പറിലെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലായിരുന്നു കാര്യങ്ങൾ പഠിച്ചത് എങ്കിൽ BHIC 102 വരുമ്പോൾ നമ്മളത് വേൾഡ് കോണ്ടെക്സ്റ്റിൽ പഠിക്കുകയാണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണെങ്കിലും പാലിയോളിത്തിക് പീരീഡ് ആണെങ്കിലും അതിനെ നമ്മൾ വേൾഡ് കോണ്ടെക്സ്റ്റിലാണ് നോക്കുന്നത്. ഇപ്പൊ BHIC 102 എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിനെ നമ്മൾ തീംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 6 തീംസ് ആണ് ഈ ഒരു പേപ്പറിലുള്ളത്. 6 തീംസിലായിട്ട് നമുക്ക് 15 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത്. ആദ്യത്തെ തീം വരുന്നത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളതാണ്. ഇതിൽ വരുന്നത് ഫസ്റ്റത്തെ യൂണിറ്റ് വരുന്നത് പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സസ്. ഇപ്പൊ എന്താണ് പ്രീ ഹിസ്റ്ററി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഴ്സസിനെ കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കും. ദെൻ രണ്ടാമത്തെ യൂണിറ്റിലെ ബയോളജിക്കൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. ഹ്യൂമൻസിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയായിരുന്നു, നമ്മൾ എയ്ഡ്സിൽ നിന്നും ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ഹോമോ സാപ്പിയൻസിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയിട്ടുള്ളത്, ആ എവല്യൂഷനെ കുറിച്ചിട്ടും എവല്യൂഷനുമായി ബന്ധപ്പെട്ട തിയറീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ പാലിയോളിത്തിക് ആൻഡ് മെസോളിത്തിക് കൾച്ചറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ തീം 2 വരുമ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ ആണ്. ഇപ്പൊ പാലിയോളിത്തിക് പീരീഡിലെ ആളുകൾ എങ്ങനെയായിരുന്നു, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് ആയിരുന്നു എങ്കിൽ പിന്നീട് നമ്മൾ ഈ ഒരു നിയോളിത്തിക് ഫേസിലേക്ക് വരുമ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും പ്ലാന്റ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് തീം 2 പറയുന്നത്. അപ്പം ഈ ഒരു ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് തുടങ്ങാൻ എന്തായിരുന്നു കാരണം, ഏതൊരു സാഹചര്യത്തിലാണ് നമ്മൾ ആ ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതിനെ പറ്റി കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറീസ് ഒക്കെ നമ്മൾ പഠിക്കും. ദെൻ ഏർലി അഗ്രികൾച്ചർ ഇൻ ഡിഫറെന്റ് റീജിയൻസ്. പല റീജിയൻസിലും ഈ ഒരു അഗ്രികൾച്ചറിന്റെ ഒരു ബിഗിനിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കും. ദെൻ കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന്റെ കോൺസിക്വൻസസ് എന്താണ്, അത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഹ്യൂമൻസിൽ വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു തീം 2 നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ളതിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് തീം 3 ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പം ഈ ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഓൾവേസ് എന്താണ്, ഒരു റിവർ വാലി, ഒരു നദീ തീരങ്ങളിലായിരിക്കില്ലേ ഹ്യൂമൻസ് അഗ്രികൾച്ചർ ഒക്കെ നടത്തുക. ഇതാണ് ഈ ഒരു സിവിലൈസേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ തീം 3 നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കും. ദെൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് നോക്കും. ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ സൊസൈറ്റി, പൊളൈറ്റി, എക്കോണമി, റിലീജിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ ചൈനയിലെ ഷാങ് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ തീം 4 വരുമ്പോൾ നമ്മൾ അയേൺ ഏജിലേക്കാണ് വരുന്നത്. ബ്രോൺസ് ഏജ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് അയേൺ ഏജ് ആണല്ലോ. അപ്പം ഈ ഒരു അയേൺ ഏജ് എന്ന് പറയുന്ന ഈ ഒരു തീമില് നമ്മൾ ആദ്യം തന്നെ യൂസ് ഓഫ് അയേൺ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്, അയേണിന്റെ യൂസ് എന്തായിരുന്നു, ഒരു സ്മെൽറ്റിംഗ് ടെക്നോളജിയെ കുറിച്ചിട്ടോ അതിൽ എന്തൊക്കെയായിരുന്നു നമുക്ക് അതിനെ കൊണ്ടുള്ള ഒരു ഉപകാരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അതിൽ പഠിക്കും. ദെൻ നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യയിലെയും സെൻട്രൽ ഏഷ്യയിലെയും നൊമാഡിക് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു തീം 4 പഠിക്കും. ദെൻ തീം 5 വരുമ്പോൾ ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് ആയിരുന്ന ഹ്യൂമൻസിൽ നിന്നും ഇപ്പൊ നമ്മൾ എംപയേഴ്സിന്റെ ഫോർമേഷനിലേക്ക് എത്തി. അപ്പൊ ആ ഒരു എവല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു തീം 5 നമ്മൾ ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് എന്നുള്ളത് അസീരിയൻ ആൻഡ് ബാബിലോണിയൻ എംപയറിനെ കുറിച്ചിട്ടും സസാനിഡ് എംപയറിനെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. ദെൻ തീം 6 വരുമ്പോൾ നമ്മൾ ഏൻഷ്യൻ ഗ്രീസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഏൻഷ്യൻ ഗ്രീസിന്റെ ഡെമോക്രാറ്റിക് പൊളൈറ്റി എങ്ങനെയായിരുന്നു, ദെൻ അവരുടെ കൾച്ചറൽ അച്ചീവ്മെന്റ്സ്, കൾച്ചറൽ ട്രഡീഷൻ, ആർട്ട്, ആർക്കിടെക്ചർ, സയൻസ്, ഫിലോസഫി, മെഡിസിൻ
ഇങ്ങനെ പല ഫീൽഡിലായിട്ടുള്ള അവരുടെ ഒരു അച്ചീവ്മെന്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടീം 6 പഠിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് PHIC 103 എന്നുള്ള പേപ്പർ ആണ്. ഇത് നമ്മളുടെ 3 ഇയർ ഡിഗ്രിയിൽ വരുന്ന കോർ പേപ്പർ ആണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2 ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്. ഈ ഒരു പേപ്പറിനെ നമ്മൾ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 4 ബ്ലോക്സിലും കൂടി ആയിട്ട് നമുക്ക് ടോട്ടൽ 18 യൂണിറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ PHIC 101 എന്നുള്ള പേപ്പർ പറഞ്ഞല്ലോ, അതിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് മൗര്യൻ പീരീഡ് വരെ ആയിരുന്നുവെങ്കിൽ PHIC 103 എന്ന് പറയുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ മൗര്യൻസിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു, ഇന്ത്യയിൽ ആരാണ് ഭരണം നടത്തിയിട്ടുള്ളത്, ഒരു ഏഷ്യൻ പീരീഡിൽ നിന്നും ഏർലി മിഡീവൽ പീരീഡിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു, ഇതാണ് നമ്മൾ ഈ ഒരു PHIC 103 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ ബ്ലോക്ക് ഇന്ത്യ 200 BC to 300 CE എന്നുള്ളതാണ്. മൗര്യൻസിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ ആരാണ് ഭരണം നടത്തിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ശുംഗാസിനെയും കുഷനാസിനെയും കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. മൗര്യൻസ് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. അപ്പം പവർഫുൾ ആയിട്ടുള്ള ഡൈനാസ്റ്റിയിൽ ഒരു മിലിറ്ററി കമാൻഡർ തന്നെയാണ് ഈ ഒരു ശുംഗ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. അങ്ങനെ ഈ ഒരു ശുംഗാസിന് പുറമെ ഫോറിനേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ഇന്ത്യയിലേക്ക് എത്തുകയും അവരുടേതായിട്ടുള്ള ഒരു ഡൈനാസ്റ്റീസ് ഇന്ത്യയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കുഷനാസ്, പാർത്തിയൻസ്, ഇൻഡോസൈറ്റിയൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെ ഈ ഒരു റീജിയണൽ പവേഴ്സിന്റെ ഒരു എമർജൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 1 യൂണിറ്റ് 2 പഠിക്കുന്നത്. ദെൻ തേർഡ് വൺ ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഡെക്കാൻ ആൻഡ് തമിഴകം. ഡെക്കാനിലെയും തമിഴകത്തിലെയും സ്റ്റേറ്റ് ഫോർമേഷൻ എങ്ങനെയായിരുന്നു, അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അഗ്രാരിയൻ സെറ്റിൽമെന്റ്സ് ഇൻ പെനിസുലാർ ഇന്ത്യ. പെനിസുലാർ ഇന്ത്യയിലെ അഗ്രാരിയൻ സെറ്റിൽമെന്റ്സ് എങ്ങനെയായിരുന്നു. ദെൻ ട്രേഡ് നെറ്റ്വർക്ക് ആൻഡ് അർബനൈസേഷൻ. അവിടുത്തെ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ ഗുപ്താസ് ആൻഡ് പോസ്റ്റ് ഗുപ്ത ആണ്. നമ്മളുടെ മൗര്യൻസ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലുള്ള ഏഷ്യൻ കാലഘട്ടത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഗുപ്താസ് ആണ്. ഗുപ്താസിന്റെ ഒരു കാലഘട്ടത്തെ ശരിക്കും നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അപ്പം ഇതില് ബ്ലോക്ക് 2 ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ഗുപ്താസിന്റെ റൈസ് എങ്ങനെയാണ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റൂളേഴ്സ് ആരൊക്കെയാണ്, അവരുടെ എക്കോണമി, സൊസൈറ്റി, പൊളൈറ്റി ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 2 രണ്ടാമത്തെ യൂണിറ്റ് വരുമ്പോൾ പോസ്റ്റ് ഗുപ്ത കിങ്ഡംസ് ഇൻ നോർത്ത് ഇന്ത്യ. ഗുപ്താസിന്റെ ഡീക്ലൈനിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്, പല റീജിയണൽ കിങ്ഡംസും എമേർജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നോർത്തേൺ ഇന്ത്യയിൽ കുറെ അധികം കിങ്ഡംസ് ഗുപ്താസിന്റെ ഡിസഇന്റഗ്രേഷന് ശേഷം ഉണ്ടായിരുന്നു. ആ കിങ്ഡംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് 2 സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നത്. ദെൻ തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പം ഹർഷ ആൻഡ് ദ റൈസ് ഓഫ് കനൗജ് എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പല ചെറിയ കിങ്ഡംസും നോർത്തേൺ ഇന്ത്യയിൽ രൂപം കൊണ്ടു എന്നുള്ളത്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുണ്ടായിരുന്നത് പുഷ്യഭൂതി ഡൈനാസ്റ്റിയിലെ ഹർഷവർദ്ധനെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ കീഴിൽ കനൗജ് എങ്ങനെയാണ് കൂടുതൽ പവർഫുൾ ആവുന്നത് എന്നുള്ളതും നമ്മൾ ഈ ഒരു ബ്ലോക്ക് 2 യൂണിറ്റ് 3 തേർഡ് യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യും. ദെൻ ഫോർത്ത് വൺ കിങ്ഡംസ് ഇൻ ദ ഡെക്കാൻ ആൻഡ് സൗത്ത്. ഡെക്കാനിലെയും സൗത്തിലെയും പോസ്റ്റ് ഗുപ്ത പീരീഡിലുള്ള കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. ദെൻ ബ്ലോക്ക് 3 ട്രാൻസിഷൻ ടു ഏർലി മിഡീവൽ. ഇപ്പൊ നമ്മൾ ഇനി ഒരു ഏഷ്യൻ പീരിയഡിൽ നിന്നും നമ്മളുടെ ഏർലി മിഡീവൽ പീരീഡിലേക്കുള്ള ഒരു ട്രാൻസിഷനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് 3 പഠിക്കുന്നത്. അതിൽ ട്രേഡ് ആൻഡ് അർബനൈസേഷന്റെ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കും. ദെൻ വിമന്റെ സ്റ്റാറ്റസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ദെൻ ക്രാഫ്റ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസിന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ റിലീജിയൻസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ കൾച്ചറൽ ഡെവലപ്മെന്റ്സ് ആണ്. പോസ്റ്റ് ഗുപ്ത പീരിയഡിൽ ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചറൽ ഡെവലപ്മെന്റ്സ്, ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ, സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കോണമി ആൻഡ് ട്രേഡ്, എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വാട്ടർ റിസോഴ്സസ്, ഇങ്ങനെ പല ഫീൽഡിലായിട്ടുള്ള കൾച്ചറൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 4th ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അവസാനത്തെ കോർ പേപ്പർ ആണ് PHIC 104 സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഇൻ മിഡീവൽ വേൾഡ് എന്നുള്ളത്. ഈ ഒരു പേപ്പറിനെ നമ്മൾ 4 തീംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് 16 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു പേപ്പറിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് റോമൻ റിപ്പബ്ലിക് ആൻഡ് എംപയർ, ദെൻ യൂറോപ്പിലെ ഫ്യൂഡലിസം, ദെൻ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് ആൻഡ് പ്രീ ഇസ്ലാമിക് അറബ് വേൾഡ്. PHIC 104 ഈ ഒരു 4 തീംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് തീം വരുന്നത് റോമൻ റിപ്പബ്ലിക് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഈ ഒരു റോമൻ എംപയറിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു, അവിടുത്തെ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ്, റിലീജിയസ് പ്രാക്ടീസസ് എങ്ങനെയായിരുന്നു, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു റൈസിന് എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്,
ദെൻ ക്രൈസിസ് ഓഫ് ദ റോമൻ എംപയറിന്റെ ഡീക്ലൈൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ തീമിൽ പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ തീമിലേക്ക് വരുമ്പോൾ ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് എന്നുള്ളതാണ്. യൂറോപ്പില് ഫ്യൂഡലിസത്തിന്റെ ഒരു എമർജൻസി എങ്ങനെയാണ്, അതിന്റെ ഫോം എങ്ങനെയായിരുന്നു, സ്ട്രക്ചർ എങ്ങനെയാണ്, ഡിഫറെന്റ് ഫേസസ് ഓഫ് ഫ്യൂഡലിസം എന്താണ്, ദെൻ ഫ്യൂഡലിസത്തിന്റെ ഡീക്ലൈൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു തീം 2 നമ്മൾ പഠിക്കും. ദെൻ തീം 3 വരുമ്പോൾ റിലീജിയൻ, ഇക്കോണമി ആൻഡ് സ്റ്റേറ്റ്സ്. മിഡീവൽ യൂറോപ്പിലെ റിലീജിയസ് പ്രാക്ടീസസ്, അവിടുത്തെ കൾച്ചർ എന്തായിരുന്നു, യൂറോപ്പിലെ ക്രാഫ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ചിട്ടും, യൂറോപ്പിലെ ട്രേഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ട്രേഡിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ സിവിലൈസേഷൻസ്, ഈ ഒരു മൊറോക്കോ, എത്യോപ്യ, സിംബാബ്വെ ഇവിടങ്ങളിലുള്ള ഒരു സിവിലൈസേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കും. ആൻഡ് ലാറ്റിൻ അമേരിക്കയിൽ അസ്ബെക്സ് ആൻഡ് ഇൻക സിവിലൈസേഷനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു തീം 3 പഠിക്കും. ദെൻ തീം 4 വരുമ്പോൾ സൊസൈറ്റീസ് ഇൻ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് എന്നുള്ളതാണ്. പ്രീ ഇസ്ലാമിക് അറബ് വേൾഡ് എങ്ങനെയായിരുന്നു, പിന്നീട് ഇസ്ലാമിന്റെ റൈസ് ആൻഡ് എക്സ്പാൻഷൻ എങ്ങനെയാണ്, ഉമയ്യദ് ആൻഡ് കാലിഫേറ്റ്, അബ്ബാസിഡ് കാലിഫേറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ദെൻ ഇസ്ലാമിക് സൊസൈറ്റിയും ഡിഫറെന്റ് സെക്സും ഏതൊക്കെയാണ്. ദെൻ ഫൈനലി ട്രേഡിംഗ് വേൾഡ് ഓഫ് ഏഷ്യൻ ആൻഡ് അറബ്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു PHIC 104 പഠിക്കാനുള്ളത്. നമ്മളിപ്പം 4 കോർ കോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. PHIC 101, 102, 103 ആൻഡ് 104. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കോമൺ കമ്പൽസറി കോഴ്സസ് ആണ്. നമ്മൾ പറഞ്ഞു 4 കോർ കോഴ്സിന് പുറമെ നമുക്ക് 2 കമ്പൽസറി കോഴ്സ് ഓരോ, അതായത് 3 ഇയർ ഡിഗ്രിക്കാർക്കാണെങ്കിലും 4 ഇയർ ഡിഗ്രിക്കാർക്കാണെങ്കിലും 2 കമ്പൽസറി കോഴ്സസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ 3 ഇയർ ഡിഗ്രിയിൽ നോക്കുകയാണെങ്കിൽ കമ്പൽസറി കോഴ്സ് ആയിട്ട് വരുന്നത് ഒന്ന് എൻവയോൺമെന്റൽ സ്റ്റഡീസും രണ്ടാമത്തത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആണ്. ഇനി 4 ഇയർ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ എൻവയോൺമെന്റൽ സ്റ്റഡീസും വാല്യൂ എഡ്യൂക്കേഷനുമാണ് 4 ഇയർ ഡിഗ്രിയിലെ സ്റ്റുഡൻസിന് കമ്പൽസറി ആയിട്ട് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അതിന്റെ പേപ്പറിന്റെ കോഡ് വരുന്നത് BE 181 എന്നുള്ളതാണ്. ഈ ഒരു പേപ്പറിൽ നമുക്ക് എത്ര ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത് നോക്കാം. ടോട്ടൽ ഈ ഒരു പേപ്പറിന്റെ ക്രെഡിറ്റ് 4 ആണ്. നമുക്ക് 4 ബ്ലോക്ക് ആണ് ഈ ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് എക്കോസിസ്റ്റംസ് എന്നുള്ളതാണ്. സെക്കൻഡ് ബ്ലോക്കിൽ നാച്ചുറൽ റിസോഴ്സസ്, ലാൻഡ്, വാട്ടർ, ഫോറസ്റ്റ്, എനർജി. ദെൻ ബ്ലോക്ക് 3 നമ്മുടെ ഇഷ്യൂസ്, പൊല്യൂഷൻ, വേസ്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഇങ്ങനെ നമ്മളുടെ ഒരു എൻവയോൺമെന്റിൽ തന്നെ ഹസാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 പ്രൊട്ടക്ഷൻ, പോളിസീസ്, എത്തിക്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, നമ്മളുടെ ഒരു എൻവയോൺമെന്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോളിസീസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് വരുന്ന ഒരു കോമൺ കമ്പൽസറി കോഴ്സ് ആണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ക്രെഡിറ്റ് 4 ആണ്. 3 ബ്ലോക്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ, ബ്ലോക്ക് 2 ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ്, ഇൻഫോർമൽ ഓർ ഫോർമൽ, ദെൻ ബ്ലോക്ക് 3 റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് 4 ഇയർ ഡിഗ്രിയിലെ സ്റ്റുഡൻസിന് വരുന്ന ഒരു കമ്പൽസറി കോഴ്സ് ആണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത്. വാല്യൂ എഡ്യൂക്കേഷന്റെ ക്രെഡിറ്റ് 6 ആണ്. അതിനെ നമ്മൾ 5 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ്. സെക്കൻഡ് ബ്ലോക്ക് ചേഞ്ചിങ് കൾച്ചർ, തേർഡ് ബ്ലോക്ക് തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്, ഫോർത്ത് ബ്ലോക്ക് സോഷ്യൽ ഡൈനാമിക്സ്, ഫിഫ്ത് ബ്ലോക്ക് ഏജൻസ് ഓഫ് വാല്യൂ. ഇതാണ് നമുക്ക് ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഒരു പേപ്പേഴ്സിനെ കുറിച്ചിട്ടും എത്ര പേപ്പേഴ്സ് ആണ് നമുക്കുള്ളത്, ഓരോ പേപ്പറിന് എത്ര ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാനുള്ളത്, ഓരോ ബ്ലോക്കിലും നമുക്ക് എത്രത്തോളം യൂണിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം അടുത്തതായിട്ട് നമ്മളുടെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനും നമ്മളുടെ ഈ ഒരു സെഷനെ ഇനി ലീഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഞാൻ നിബിന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. അപ്പൊ നമുക്ക് അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ അസൈൻമെന്റിന്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മെയിൻ എക്സാമിന്റെ റിസൾട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ മാർക്സിൽ ഒരു മേജർ പാർട്ട് വഹിക്കുന്നത് നമ്മുടെ അസൈൻമെന്റിന്റെ മാർക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് മാത്രമല്ല നമുക്ക് എക്സാം എഴുതണമെങ്കിലുള്ള നമുക്കൊരു കടമ്പ എന്ന് പറയുന്നത് അസൈൻമെന്റ് എഴുതി കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാം എഴുതുക എന്നുള്ളൊരു മെയിൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്
എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സാമിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിനകത്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവുക. അപ്പൊ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കേണ്ടതെന്ന് പറയാം. ഇതായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വിൻഡോ എന്ന് പറയുന്നത്. ഈ വിൻഡോയിൽ നമുക്ക് പോകുന്ന സമയത്ത് ഡൗൺലോഡിനകത്ത് നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിൽ കാണുന്ന പോലെ ഒരു അസൈൻമെന്റ് ലിസ്റ്റ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. അപ്പൊ ഈ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാമിന്റെ കോഡ് ഏതാണെന്ന് നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സബ്ജക്റ്റിന്റെ ഓരോ സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഡൗൺലോഡ് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ആണ് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് എഴുതി നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു മാർക്ക് അവൈലബിൾ ആയിരിക്കും. ഈ മാർക്ക് നമുക്ക് നമ്മുടെ ഫൈനൽ മാർക്കിനോട് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസൈൻമെന്റിന്റെ റിസൾട്ടും അതുപോലെ തന്നെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാ പേപ്പേഴ്സിനും അസൈൻമെന്റ്സ് ഉണ്ട്, എഴുതേണ്ടതായിട്ട് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വൈ മാപ്പിംഗ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സൂറ മാം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾ സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി ഇത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി റിസോഴ്സസ് നമുക്ക് ലേൺവൈസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നോട്ട്സ് ആയിട്ടും വീഡിയോ ക്ലാസ്സുകളായിട്ടും PDF ആയിട്ടും ഒക്കെ നിങ്ങൾ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സിലബസ് ഓക്കെയാണ്, സിലബസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന റിസോഴ്സസ് എന്നുള്ളത് നമുക്ക് നമ്മുടെ റിസോഴ്സസിന്റെ കാറ്റലോഗ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ റെക്കോർഡ് ലെക്ചേഴ്സ് ആണ്. നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ SLM ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസ് നമുക്ക് ഓരോ ലെസൺ വൈസ് അതിനെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് കാണുക. അതോടൊപ്പം തന്നെ നമുക്ക് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ലൈവ് സെഷൻ എന്ന് പറയുമ്പോൾ റിവിഷൻ ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ ലൈവ് സെഷൻ വരുന്നുണ്ടാവുക. അപ്പൊ ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ലൈവ് ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു റിവിഷൻ സ്റ്റഡിയും കൂടെ ആവുകയും ചെയ്യും. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. അത് SLM എന്നൊക്കെ പറയുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ചില ആളുകൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഷോർട്ട് ഫോമിലോട്ടാക്കി നമ്മൾ തരുന്ന നോട്ട്സിനെ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡ് നമുക്ക് അവൈലബിൾ ആണ് ആപ്പിനകത്ത്. എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസർ ബേസിലായിരിക്കും നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതും തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് നമുക്ക് അസൈൻമെന്റ് ഗൈഡ് പറയുന്നുണ്ട്. അസൈൻമെന്റ് ഗൈഡിനകത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിനകത്ത് അവൈലബിൾ ആയാൽ നമ്മുടെ ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ ആൻസർ കീ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്തോട്ട് അപ്ലോഡ് ചെയ്ത് തരും. അതിനെ നമ്മൾ ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ആൻസർ ഗൈഡ് ബുക്കായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അസൈൻമെന്റ്സ് എഴുതാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ബേസ് ആയിട്ട് എടുക്കാനും പറ്റും. എക്സാക്ട് ആൻസേഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മൾ അസൈൻമെന്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു റിസോഴ്സസ് ആണ് നമ്മുടെ PYQ UA എന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ്ലി നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഏത് ടോപ്പിക് ആണ് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഈ PYQ UA എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. എക്സാം ഇയർ ആയിട്ടായിരിക്കും നമ്മൾ എല്ലാ പ്രാവശ്യവും PYQ UA ഡോക്യുമെന്റ് റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോ ലാസ്റ്റ് വരെ കഴിഞ്ഞിട്ടുള്ള PYQ UA ഡോക്യുമെന്റ് ഓൾറെഡി നിങ്ങൾ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി വരാൻ പോകുന്ന സെഷനിലുള്ളത് നമുക്ക് എക്സാം ഇയർ ആകുമ്പോഴേക്കും നമുക്കത് അവൈലബിൾ ആക്കി തരുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത്. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ
നോർമലി നിങ്ങൾക്ക് അറിയാം, നമുക്കൊരു ഫസ്റ്റത്തെ എക്സാമിന് പോകുമ്പോൾ വളരെ ടെൻഷൻ ആയിരിക്കും. നമുക്കൊരു എങ്ങനെ എക്സാം എഴുതണം, എങ്ങനെ നമ്മൾ എക്സാമിനെ നേരിടും, നമുക്ക് എഴുതാൻ പറ്റുമോ, നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമോ, തുടങ്ങിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്ക് നമ്മളിലെ നല്ല ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ഒരു പരിധി വരെ നിങ്ങളെ ടെൻഷൻ എല്ലാം റെഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മെയിൻ എക്സാമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നിങ്ങൾ മാറുന്നുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മുടെ മോഡൽ എക്സാം നമുക്ക് എഴുതുന്നതിലോടുകൂടി നിങ്ങൾ ടെൻഷൻ എല്ലാം നിങ്ങൾക്ക് മാറ്റി വെച്ച് നിങ്ങളുടെ മെയിൻ എക്സാമിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു എക്സാം എഴുതിയ എക്സ്പീരിയൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് മെയിൻ എക്സാമിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതും തന്നെ എക്സാം നിയർ ആയിട്ടായിരിക്കും നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു റിസോഴ്സസ് ആണ് നമ്മുടെ TE ഹെൽപ് ഡെസ്ക് എന്ന് പറയുന്നത്. ടേം ആൻഡ് എക്സാമിനേഷന്റെ രജിസ്ട്രേഷന്റെ ഹെൽപ് ഡെസ്ക് ആണ് ഈ TE ഹെൽപ് ഡെസ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാം പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അന്നേരം ഹെൽപ് ഡെസ്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഹെൽപ് ഡെസ്കിലെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഹെൽപ് ഡെസ്ക് നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷന്റെ ഹെൽപ്പും കൂടെ ഉണ്ടായിരിക്കും. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റുഡന്റ് സപ്പോർട്ടിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 3 കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. ഒന്ന് നമ്മുടെ EEP ആണ്, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന EEP എന്ന് പറയുന്ന സെഷൻ. പല ലേണേഴ്സും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് എക്സാം ഇംഗ്ലീഷിലായതുകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, മലയാളത്തിൽ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ അത് പേപ്പറിലോട്ട് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ EEP എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് എൻറിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് നേരിടാനും സാധിക്കും. ഇതും തന്നെ ആപ്പിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് വെൽബീയിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ലേണേഴ്സിന് മെന്റലി ആണെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ലേൺ വൈസിന്റെ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റിസോഴ്സ് കാറ്റലോഗ്സ് എന്ന് പറയുന്നത്. എല്ലാവരും എല്ലാം നന്നായിട്ട് തന്നെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നമ്മൾ മെയിൻ ആയിട്ടും ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് BA HIH എന്നുള്ള പ്രോഗ്രാമും അതുപോലെ തന്നെ എന്താണ് BA FHI എന്നുള്ള പ്രോഗ്രാം, നമ്മുടെ 3rd ഇയർ ഡിഗ്രിയും അതുപോലെ തന്നെ 4 ഇയർ ഡിഗ്രിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സൂറാമ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ കോർ പേപ്പേഴ്സ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒരു 4 പേപ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മുടെ 101, 102, 103, 104 തുടങ്ങിയിട്ടുള്ള 4 പേപ്പേഴ്സിനെ കുറിച്ചിട്ട് മാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു 3 പേപ്പറിനെ കുറിച്ചിട്ടും നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ഇയർ ഡിഗ്രിക്ക് ആകുമ്പോൾ 2 പേപ്പർ വരും, 4 ഇയർ ഡിഗ്രിക്കാണ് സമയത്തും ഒരു 2 പേപ്പേഴ്സ് വരും എന്നുള്ള രീതിയിൽ മാം അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്ട്രക്ചർ സ്ട്രാറ്റജി, നമുക്ക് ഒരു ബ്ലോക്ക് വൈസ് നമ്മൾ പോകുന്നതായിരിക്കും ഒന്നും കൂടെ നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഓരോ ബ്ലോക്ക് വൈസും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിച്ചു പോകാനും സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു സിലബസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് കവർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നമുക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആപ്റ്റ് ആയിട്ടുള്ള ഏത് റിസോഴ്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും വീഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സും വീഡിയോ ക്ലാസ്സുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ന്യൂ ഹൊറൈസൺ ഫോം ആണ്. നമ്മുടെ ഫസ്റ്റ് സെഷൻ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോം ആയിരുന്നു നമ്മുടെ ലേണർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ന്യൂ ഹൊറൈസൺ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും ആരെങ്കിലും ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ ബാക്കി ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യാം. ഓക്കെ, അപ്പോ അത് ചെയ്തതിന് ശേഷം നിങ്ങളെ കൺസേൺ മെന്റേഴ്സിനെ ഒന്ന് അറിയിക്കും കൂടെ ചെയ്യുക ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊഹോർട്ട് കണക്ട് ഫിനാലെ എന്നുള്ള സെഷനാണ്. നമുക്ക് ഓരോ പ്രോഗ്രാം വൈസ് ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം സെഷൻ നടക്കുന്നുണ്ടാവുക. 10th സെഷനാണ് നമ്മുടെ OP 11.0 10th സെഷനാണ് നമ്മുടെ കൊഹോർട്ട് കണക്ട് ഫിനാലെ എന്നുള്ള സെഷൻ. ഇത് ഫെബ്രുവരി 24th 28 വരെയായിരിക്കും നമ്മൾ സെഷൻ നടക്കുന്നുണ്ടാവുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാം വൈസ് ആണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് വരില്ല. നിങ്ങളുടെ സെഷൻ എന്നാണോ വരുന്നത് അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ത്രൂ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യാം. ഗെയിംസും അതുപോലെ തന്നെ കുറച്ച് റാപ്പ് വീഡിയോസും കാര്യങ്ങളും നോട്ട്സും ഒക്കെ നമ്മുടെ ആ സെഷനകത്ത് ഉണ്ടാവും. അപ്പോൾ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷനും കൂടെ ആയിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ അത് ഫ്രീ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ്. ഇതുപോലെയുള്ള പഠനം കാര്യങ്ങളൊന്നും അവിടെ കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലാസ്റ്റ് സെഷനും കൂടെ ആണല്ലോ. അപ്പോൾ ഫിനാലെ സെഷൻ എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടെന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യാം. അപ്പൊ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.
ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.